നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 28. അങ്ങനെ നിഫ്റ്റിയുടെ ഈ മാസത്തിലെ മന്ത്ലി എക്സ്പയറി ആണ് ഇന്ന്. ആയതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റിൽ ഹൈ വോളറ്റാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. യുഎസും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചയിൽ ഒരുപക്ഷെ നല്ല കാര്യങ്ങൾ സംഭവിച്ചേക്കാമെന്നുള്ള സൂചനകൾ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുമ്പോഴും ഇറാനുമായിട്ടുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നയതന്ത്ര നീക്കങ്ങൾക്ക് അവസരമൊരുക്കാനാണ് ആക്രമണം നിർത്തിവെച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ട്രംപ് ആക്രമണങ്ങൾ നിർത്തിയതിനെ തുടർന്ന് യുഎസ് തങ്ങളുടെ നടപടികൾ നിർത്തിവെക്കുന്നത് തുടരുകയാണെങ്കിൽ ഇറാൻ ആക്രമണങ്ങൾ നിർത്തിവെക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഏറ്റവും അവസാനമായിട്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തത്. എന്നാൽ യുഎസ് പ്രസിഡന്റിന്റെ പ്രഖ്യാപനങ്ങളെ ഇന്നസെന്റ് ആയിട്ട് കാണാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ലോങ് പൊസിഷനുകൾ ഇന്നലെ സ്ക്വയർ ഓഫ് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തോ എന്നുള്ള കാര്യത്തിലും സംശയങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. അത് ഇന്നലെ യുഎസ് മാർക്കറ്റിന്റെ കാര്യത്തിൽ പ്രകടവുമായിരുന്നു. അവയെക്കുറിച്ച് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കുമ്പോൾ സംസാരിക്കാം. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ L&T, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അംബുജ സിമെന്റ്സ്, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫൈനാൻസ് കമ്പനി, സിറ്റി യൂണിയൻ ബാങ്ക്, DCM ശ്രീരാം, ഇക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ഫൈസർ, ഫോണിക്സ് മിൽസ്, പൈൻ ലാബ്സ്, റാഡിക്കോ കൈത്താൻ, സുപ്രീം ഇൻഡസ്ട്രീസ്, സുസ്ലോൺ എനർജി, വരുൺ ബീവറേജസ്, VST ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ടാണ് ഇന്ന് നിഫ്റ്റി നിലനിൽക്കുന്നതെങ്കിൽ കൺസോളിഡേഷനോട് കൂടിയിട്ടുള്ള റേഞ്ച് ബൗണ്ട് ട്രേഡിങ്ങിനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഡൗൺ സൈഡിലേക്ക് 23,800 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും കഴിഞ്ഞ ദിവസം ശക്തമായ ഇടിവുണ്ടായപ്പോൾ നിഫ്റ്റിക്ക് സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ച ലെവലായ 23,600 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. അങ്ങനെ 23,600 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാത്തടത്തോളം കൺസോളിഡേഷനോട് കൂടിയിട്ടുള്ള റേഞ്ച് ബൗണ്ട് ട്രേഡിങ്ങിനുള്ള സാധ്യതകൾ ഇന്ന് തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് 24,100, 24,200 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. ഹ്യൂജ് റെസിസ്റ്റൻസ് സോൺ ആയതിനാൽ തന്നെ ഈ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ തുടർന്ന് മുൻപോട്ട് നിഫ്റ്റിക്ക് പോകാനും സാധ്യമാവുകയുള്ളൂ. എന്നാൽ 23,600 എന്ന ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. 1.5 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് ചില പ്രധാനപ്പെട്ട ഇവന്റുകളുണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 4 മണിയോടുകൂടി ജൂൺ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെയും മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡാറ്റകളുടെ റിലീസാണ് നടക്കാനുള്ളതും. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഒന്നും തന്നെയില്ല. എന്നാൽ ഇന്നലെ ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിയോടുകൂടി യുഎസിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ജൂൺ മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സിൽ 0.3% ഉയർച്ച മന്ത് ഓവർ മന്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും താഴ്ന്ന നിലയിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. ഡ്യൂറബിൾ ഗുഡ് ഓർഡേഴ്സിൽ വർധനവ് രേഖപ്പെടുത്തുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണെങ്കിലും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലായിട്ടുള്ള വർധനവ് ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അത് മാർക്കറ്റിന് ദോഷകരമാവുകയും ചെയ്യും. ആയതിനാൽ ഇന്നലെ യുഎസിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഡ്യൂറബിൾ ഗുഡ് ഓർഡേഴ്സ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് തന്നെയാണ് വരികയും ചെയ്തത്. ഇന്നു മുതലാണ് യുഎസിലെ ഫെഡ് മോണിറ്ററി പോളിസി ആരംഭിക്കുന്നതും യുഎസും ഇറാനും തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്ന് ഇന്നലെ എണ്ണയുടെ വിലയിൽ അനുഭവപ്പെട്ട ശക്തമായ ഇടിവിന്റെ ഫലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിന് തുടർച്ചയായ 5 ട്രേഡിംഗ് സെഷനുകളിലെ നഷ്ടത്തിന് ശേഷം ഇന്നലെ 1% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ സാധിക്കുക മാത്രമല്ല നിഫ്റ്റിക്ക് അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50 ഡേ EMAക്ക് മുകളിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. 23,980 എന്ന ലെവലിലായിരുന്നു നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് നിലകൊണ്ടിരുന്നതും. എങ്കിലും വിദേശ
വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും തുടർച്ചയായി ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 1688.23 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടർന്നപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2329.14 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 0.5%, ഡോക്ടർ റെഡ്ഡീസിന് 0.25%, HDFC ബാങ്ക് ADRന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ICICI ബാങ്കിന് 1.25%, ഇൻഫോസിസിന് 5.25%, വിപ്രോയ്ക്ക് 2% നേട്ടം കൈവരിക്കുവാനുമായി. കഴിഞ്ഞ വെള്ളിയാഴ്ചയും തുടരുവാനായ ശക്തമായ നേട്ടം ഇന്നലെയും ഇന്ത്യൻ IT ADR സ്റ്റോക്സുകൾക്ക് US മാർക്കറ്റിലെ തുടരുവാനുമായി. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ വീഡിയോയുടെ ആദ്യം നമ്മൾ കണ്ട പോലെ തന്നെ US ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്ന് എണ്ണയുടെ വിലയിൽ ഗണ്യമായി ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ഇന്നലെ US മാർക്കറ്റിൽ ശക്തമായ ചാഞ്ചാട്ടമാണ് അനുഭവപ്പെടുകയും ചെയ്തത്. തുടർന്ന് S&P 500ന് ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും അതേസമയം നാസ്ഡാക്കിന് 0.18% നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൂടാതെ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും നേരിയ നഷ്ടത്തിലാണ് നിലവിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഏകദേശം 50 പോയിന്റുകളുടെ. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾക്ക് 0.5%, ജർമ്മൻ മാർക്കറ്റിന് 1% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ശക്തമായ നെഗറ്റിവിറ്റി തന്നെയാണ് അനുഭവപ്പെടുന്നത്. ജപ്പാൻ മാർക്കറ്റ് 3.25%, കൊറിയൻ മാർക്കറ്റ് 7.25% നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. അതേസമയം എണ്ണയുടെ വില ഫ്ലാറ്റ് ആയിട്ട് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില 87.80 ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില 81.95 ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 0.5% ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. 4063.51 ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നലെയുണ്ടായ അതിശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് നിഫ്റ്റിയുടെ PCR 0.83 എന്ന നിലയിൽ നിന്നും 1.13 എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ മാക്സ് പെയിൻ 24,000 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെയുണ്ടായ ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് നിഫ്റ്റിയുടെ RSIയും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 49.55 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. എങ്കിലും പ്രിഫറൻസ് ലൈനിന് താഴെയായിട്ടാണ് നിലകൊള്ളുന്നതും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലേക്ക് 24,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിഫ്റ്റിയിൽ കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,050 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. മീഷോ ബ്ലോക്ക് ഡീൽ വഴി മീഷോയിലെ 1,200 കോടി രൂപയുടെ ഷെയറുകൾ എലിവേഷൻ ക്യാപിറ്റൽ വിറ്റേക്കാമെന്ന് CNBC TV18 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്റർഗ്ലോബ് ഏവിയേഷൻ ജൂലൈ 27, അതായത് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്തു നിന്നും മാനേജിംഗ് ഡയറക്ടറുടെ ഉപദേഷ്ടാവായിട്ട് ശ്രീ ഗൗരവ് നേഗിയെ നിയമിക്കുന്നതായി ബോർഡ് പ്രഖ്യാപിച്ചു. അദാനി എനർജി സൊല്യൂഷൻസ് 1,698 രൂപ 15 പൈസ പെർ ഷെയർ ഫ്ലോർ പ്രൈസില് ഇന്നലെ ജൂലൈ 27 മുതൽ കമ്പനി 15,000 കോടി രൂപയുടെ ഫണ്ട് സമാഹരണത്തിന് QIP ആരംഭിച്ചു. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ഗുജറാത്തിലെ സാനന്ദിലുള്ള കമ്പനിയുടെ പ്ലാന്റിന്റെ പ്രവർത്തനം പ്രദേശത്തുണ്ടായ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കം മൂലം സാരമായിട്ട് തടസ്സപ്പെട്ടു. ഫൈസർ ശ്രീ അമിത് അഗർവാൾ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫിനാൻസ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്നീ സ്ഥാനങ്ങളിൽ നിന്ന് ഒക്ടോബർ 8, 2026 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ രാജി സമർപ്പിച്ചു. സാഗിൾ പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസസ് ഡെംലർ ഇന്ത്യ കൊമേഴ്സ്യൽ വെഹിക്കിൾസുമായി 3 വർഷത്തെ കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ഫ്ലീറ്റ് പങ്കാളികളുമായി
DICVക്ക് അവരുടെ സാഗൽ സ്റ്റാറ്റിക്സും കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡ് പ്രോഗ്രാമും നൽകുന്നതായിട്ട് പ്രഖ്യാപിച്ചു. കോൾ ഇന്ത്യ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ പ്രോഫിറ്റില് 0.6% നേരിയ ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 7.8% വർധനവും രേഖപ്പെടുത്തി. ടാറ്റ പവർ കമ്പനി പ്രോഫിറ്റില് 11%, റവന്യൂവില് 5.6% വർധനവ് റിപ്പോർട്ട് ചെയ്തു. ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജി പ്രോഫിറ്റില് 18.3%, റവന്യൂവില് 14.3% വർധനവും രേഖപ്പെടുത്തി. ഭാരത് ഇലക്ട്രോണിക്സ് പ്രോഫിറ്റില് 8.7%, റവന്യൂവില് 25% വർധനവ് റിപ്പോർട്ട് ചെയ്തു. ടാറ്റ കെമിക്കൽസ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 252 കോടി രൂപ പ്രോഫിറ്റിൽ നിന്നും ഇത്തവണ 17 കോടി രൂപയുടെ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തതും. അതേസമയം റവന്യൂവില് 14.4% വർധനവും രേഖപ്പെടുത്തി. ഗോഡ്ഫ്രൈ ഫിലിപ്സ് ഇന്ത്യ പ്രോഫിറ്റില് 44.3% ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിലും 18.9% ഇടിവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.